നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുകൊണ്ട് ഞാൻ അവനോട് തിരിച്ച് ഈശ്വരമംഗലത്തേക്ക് പോകാൻ പറഞ്ഞത്. അങ്കിള് പറഞ്ഞത് ശരിയാ. പക്ഷേ അവൻ ശിവാനിയും കൂട്ടിയല്ലേ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അവരിങ്ങോട്ട് വരില്ല. അവളെയും വിളിച്ചോണ്ട് പോവാൻ ഞാൻ പ്രണവിനോട് പറഞ്ഞിട്ടില്ല. തനിച്ച് ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു പോകാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവൻ സ്വബോധത്തിലല്ലായിരുന്നു. ശിവാനിയും വിളിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങി. രണ്ടുപേരും അവിടെ പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ ഞാൻ വന്ന് കാല് പിടിച്ചിട്ടാണെങ്കിലും പ്രണവിനെ വിളിച്ചോണ്ട് വന്നാണ്. പക്ഷേ പോകാനൊരിടം പോലും ഇല്ലാതെ രണ്ടുപേരും ഇപ്പൊ തെരുവിലായില്ലേ. ഇനി അവരെ എവിടെ പോയി കണ്ടുപിടിക്കും? പോകാൻ ഒരിടമില്ല എന്നത് തന്നെയാണ് എന്റെ പ്രതീക്ഷ. കുറച്ചു ദിവസമൊക്കെ അലഞ്ഞു നടക്കും, എവിടെയെങ്കിലുമൊക്കെ അഭയം തേടും. ഒടുവിൽ ശരി എന്താണെന്ന് പ്രണവ് താനെ മനസ്സിലാക്കിക്കൊള്ളും. നിങ്ങൾ ടെൻഷനാകാതിരിക്കുക. മിക്കവാറും ഇന്ന് തന്നെ ശിവാനി ഇവിടേക്ക് തിരിച്ചു വരും. പ്രണവ് തിരിച്ച് ഈശ്വരമംഗലത്തേക്കും വരും. ഞാനവനെ ഇവിടുന്ന് ഇറക്കി വിട്ടതിൽ മോന് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എന്റെ സ്ഥാനത്ത് മോനാണെങ്കിലും അതേ ചെയ്യൂ. എനിക്ക് ദേഷ്യമൊന്നുമില്ല. അങ്കിള് ചെയ്തത് അവന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം. എല്ലാത്തിനും കാരണക്കാരി എന്റെ മോളാ. ഒറ്റ മോള് മാത്രം മതിയെന്ന് തീരുമാനിച്ചത് തന്നെ എല്ലാ സ്നേഹവും അവൾക്ക് മാത്രം കൊടുക്കാൻ വേണ്ടിട്ടാ. പക്ഷേ ഇപ്പോ എനിക്കെല്ലാ അപമാനവും തരുന്നത് അവൾ ഒറ്റ ഒരുത്തിയാ. അവൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുക. എന്തിനാ അമ്മാവ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത്രയെങ്കിലും ഞാൻ പറയണ്ടേ മോളെ? എന്നാലേ എനിക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടും. വെക്കട്ടെ. രണ്ടെണ്ണം കൂടി ഇത് എവിടെ പോയിരിക്കായിരിക്കുന്ന എങ്ങനെ കണ്ടുപിടിക്കും? അതെ, എൻ്റെ പുതിയ വീട്ടിൽ വെച്ചാ ഫംഗ്ഷൻ നടക്കുന്നത്. ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം. കൃത്യമായിട്ട് എത്തിയേക്കണം കേട്ടല്ലോ. ഓക്കെ മജീദ്, അപ്പം നാളെ കാണാം. ശരി. നിനക്കൊരു സർപ്രൈസ് തരാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഫംഗ്ഷൻ ഈ വീട്ടിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചപ്പോൾ സർപ്രൈസ് ഇല്ലാതായി. നീ ടെൻഷനാവാതെ, കാര്യം എന്താണെന്ന് ഞാനങ്ങ് പറഞ്ഞേക്കാം. നീ അതിനോട് പറയാതിരുന്നത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണെന്നും എനിക്കറിയാം. അപ്പോൾ ആ സസ്പെൻസ് ഞാനങ്ങ് പൊളിക്കുക. നാളെ നമ്മുടെ 30ാമത് വെഡിങ് ആനിവേഴ്സറിയാണ് ജ്യോതി. അത് നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സിനെ ഒക്കെ വിളിച്ച് ഈ വീട്ടിൽ വെച്ച് ഗംഭീരമായി ആഘോഷിക്കാൻ പോവാ. എന്തു പറയുന്നു? CKC എന്റർപ്രൈസസ് എന്ന സ്ഥാപനം ദിനം പ്രതി പടുകുഴിയിലേക്ക് കൂപ്പുകുത്തുന്നത് കണ്ട് ബിസിനസ് പാർട്ട്നേഴ്സ് മുഴുവൻ ചിരിക്കുക. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവര് എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്ത് ഓടി രക്ഷപ്പെട്ടു. അപ്പോഴാ നിങ്ങളുടെ ഒരു സെലിബ്രേഷൻ. എന്താ ജ്യോതി, എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ ദേഷ്യപ്പെടാതെ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ നോക്കി നടത്തുന്ന എന്റെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റാ ഈ കിടക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ 123 കോടി രൂപയാ ലോസ്. എങ്ങനെയുണ്ട് CKCയുടെ മിടുക്ക്? ദിവസവും രാവിലെ കെട്ടി ഒരുങ്ങി ഓഫീസിലേക്ക് പോയിട്ട് നിങ്ങൾ എന്ത് പിണ്ണാക്കാ CKC അവിടെ ചെയ്യുന്നത്? ഓരോ ദിവസം കഴിയും തോറും പടവലങ്ങ പോലെ താഴേക്കാണല്ലോ നിങ്ങളുടെ വളർച്ച. ജ്യോതി, അത് മാറും. അടുത്ത വർഷമെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പല വഴിക്കും ആലോചിക്കുന്നുണ്ട്. ഒരുപാടൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. ആ ഗൗതമിന്റെ കമ്പനിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി. അതിന്റെ വളർച്ച ഒന്ന് പഠിച്ചു നോക്കണം നിങ്ങൾ. നിങ്ങൾക്കറിയോ, നിങ്ങളുടെ ബിസിനസിന്റെ എക്സ്പീരിയൻസാ ഗൗതമിന്റെ പ്രായം. ആ കൊച്ചെറുക്കന്റെ മുന്നിലാ നിങ്ങൾ തോറ്റു തുന്നം പാടിക്കൊണ്ടിരിക്കുന്നേ. ആണോല്ലേ CKC നിങ്ങൾക്ക്? ജ്യോതി, വെറുതെ എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യില്ലേ നീ? ഞാൻ വെറുതെ ഇരിക്കുമല്ലോ. ഈശ്വരമംഗലം ഗ്രൂപ്പിനെ തകർക്കുന്നതിനൊപ്പം നമ്മുടെ കമ്പനിയെ നമ്പർ 1 ആക്കുന്നതിനും പല വഴികൾ ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ. എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന്
ഈ കമ്പനി ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരുമ്പോ CKC എന്നൊരു മനുഷ്യനിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അത് തകർന്നുകൊണ്ടിരിക്കുക. എന്റെ കമ്പനിയിലെ വെറും ഒരു ഓഫീസ് സ്റ്റാഫായി വന്ന നിങ്ങൾ കമ്പനിയെ മാത്രമല്ല എന്നെ സ്വന്തമാക്കിയത് എന്റെ അച്ഛന് വമ്പൻ പ്രതീക്ഷകൾ കൊടുത്തിട്ടായിരുന്നു. അറിയാലോ? ജ്യോതി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഒറ്റ ഉത്തരം മാത്രം എനിക്ക് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് ഈ കമ്പനിയെ മികവിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ? അതിനല്ലേ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല വഴിക്കും ഞാൻ ആലോചിക്കുന്നുണ്ട്. പല വഴി ആലോചിക്കുന്ന നിങ്ങൾ ഈശ്വരമംഗലത്ത് നടക്കുന്നതൊന്നും അറിയുന്നില്ല എന്നതാ ഏറ്റവും വലിയ തമാശ. ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ഏത് സമയവും ശത്രുവിന്റെ പിന്നാലെ ആയിരിക്കും. സ്വന്തം ഹൃദയമിടിപ്പ് ശ്രദ്ധിച്ചില്ലെങ്കിലും ശത്രുവിന്റെ ഓരോ നീക്കവും ബുദ്ധിമാനായ ബിസിനസ്സുകാരൻ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾ മാത്രം ചുറ്റും നടക്കുന്നൊന്നും അറിയുന്നേയില്ല. നീ എന്താ ഉദ്ദേശിച്ചത്? ഈശ്വരമംഗലം വീട്ടിൽ വമ്പൻ യുദ്ധം നടക്കുക ഇപ്പോ. നമുക്ക് ഗുണപ്രദമാകുന്ന ആഭ്യന്തര യുദ്ധം. അവിടെ ചേട്ടനും അനിയനും തമ്മിൽ തല്ലി പിരിഞ്ഞു. ശിവാനിയുടെ കയ്യും പിടിച്ച് ആ പ്രണവ് ഈശ്വരമംഗലം വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് വല്ലതും അറിഞ്ഞോ നിങ്ങള്? സത്യമാണോ ജ്യോതി? അതെ. പ്രണവിനിപ്പ ഗൗതമിനോടുള്ളത് കൊന്നു കൊലവിളിക്കാനുള്ള പകയും ദേഷ്യമാ. അതെങ്കിലും ഒന്ന് പ്രയോജനപ്പെടുത്തി എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമെന്നൊരു ചോദ്യം ഉണ്ടോ ജ്യോതി? ഈ അവസരം ഞാൻ കൃത്യമായി യൂസ് ചെയ്തിരിക്കും. നോക്ക് CKC, ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്ന അവസാന ചാൻസാ. ഇതിലും നിങ്ങൾ തോറ്റുപോയാ UK-ന്ന് ഞാൻ മോളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തും. അവള് വരട്ടെ. നിങ്ങളുടെ കയ്യിൽ നിന്ന് മുഴുവൻ ബിസിനസ്സും തിരിച്ചു വാങ്ങി ഞാൻ എന്റെ മോളെ ഏൽപ്പിക്കും. വേണമെങ്കിൽ അവളുടെ ഡ്രൈവറായി ഞാൻ ജോലിക്ക് റെക്കമെൻഡ് ചെയ്യാം. എന്താ? ആദ്യം എന്റെ ഈ സ്ഥാപനത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള വഴി കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് മതി വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ. വാസ്തവത്തിൽ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് കാണാതായതായിരുന്നെങ്കിൽ പോലീസിലൊരു പരാതിയെങ്കിലും കൊടുക്കായിരുന്നു. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരെ അഡ്വാൻസ് ആയിട്ടൊന്ന് ഇൻഫോം ചെയ്താലോ? അവിടെ ചെല്ലുകയാണെങ്കിൽ അവരോട് രഹസ്യമായിട്ടൊന്ന് വിളിച്ചു പറയാൻ പറയും. അത് വേണ്ട. അങ്ങനെ എവിടെയെങ്കിലും ചെന്നാൽ പോലും ഇവിടുന്ന് പിണങ്ങി ഇറങ്ങിയതാണെന്നൊന്നും പ്രണവ് പറയില്ല. നമ്മളായിട്ട് അവന്റെ സുഹൃത്തുക്കളൊന്നും അറിയിക്കണ്ട.